രജിസ്ട്രേഷൻ ചെയ്യുന്നവരൊക്കെ ചെയ്തോളൂ. അതിന് സമയം കിട്ടില്ല. എല്ലാവരും കഴിഞ്ഞാണോ? അല്ലെങ്കിൽ വരെ രജിസ്ട്രേഷൻ എല്ലാവരും ചെയ്തു എന്നത് പറയോ? എനിക്കിങ്ങനെ വേറെ മെയിൻ ഓഫീസ് തണുത്ത വെള്ളല്ലേ? രാധ 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 1320 രൂപ കഴിഞ്ഞ പ്രാവശ്യത്തെ ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ 1320 അത് ക്യൂ പാലിക്കണം കാശ് കൊടുക്കണമെങ്കിൽ. റിട്ടയർ ചെയ്ത് അവിടെ 2 കൊല്ലം മെച്ചമായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചു. അതാണ് എൻ്റെ സർവീസ്. മറ്റെവിടെ ശ്രീകൃഷ്ണനും തിരുവാഴൂരും അല്ലാതെ വേറെ എവിടേക്ക് ഞാൻ പോയിട്ടില്ല. ഇവിടെ സ്കൂൾ എന്നുള്ള രീതിയിലായിരുന്നു, അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. നാൽപ്പത്തഞ്ച് വർഷം മുന്നേ പഠിച്ച് നമ്മള് ഈ വയസ്സുകാലല്ല ചെറുപ്പകാലത്ത് എല്ലാവരും ഇന്ന് ഒന്നിച്ചു കൂടുന്ന ആരും കരുതിയില്ല. ഞാൻ ചെറുപ്പം എന്ന് പറയാൻ കാരണമുണ്ട്. ഇപ്പോഴത്തെ പുതിയ സ്റ്റഡീസ് പറയുന്നത് ചെറുപ്പകാലം സ്റ്റാർട്ട് ചെയ്യുന്നത് 50 വയസ്സിന് ശേഷം 60 50 വയസ്സിന് സ്റ്റാർട്ട് ചെയ്തത് ചെറുപ്പകാലം. നല്ല ചെറുപ്പക്കാരനാണ് 60 വയസ്സിന് ശേഷമാണ് പുതിയ സ്റ്റഡീസ് പറയുന്നത്. ഇത് അമേരിക്കൻ ജേർണലിൽ വന്നൊരു റിപ്പോർട്ടാണ്, അതാണ് ഞാൻ റെഫർ ചെയ്യുന്നത്. അപ്പൊ നമ്മളൊക്കെ എപ്പോഴും ചെറുപ്പക്കാരാണ്. അപ്പൊ നമ്മൾ പഠിച്ചിരുന്ന PDC കാലോ ചെറിയ കാലല്ലേ? അപ്പൊ നമ്മൾ ജനിച്ചില്ല അല്ലേ? അതിന് തിരയില്ലാത്ത ദിവസം നാട്ടുകാർക്ക് കൊടുക്കുന്നുണ്ട്. എന്നെ പലർക്കും പരിചയമുണ്ടാവും, ചിലർക്ക് ഓർമ്മ ഉണ്ടാവില്ല. എന്റെ പേര് മോഹനൻ. കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ പ്ലാവന്തോളം വന്നിരുന്നത്. ഏറ്റവും കൂടുതൽ കാലം പരിചയമുള്ളതോടെ മജീദിനാണ്. പിന്നെ ശൈലജ ഹൈസ്കൂളിൽ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ വിശ്വനാഥനും ജഹാംഗീറും, പിന്നെ ഇത്രയും പേര് പ്ലാവന്തോളുണ്ടായിരുന്നു. ഡിഗ്രി കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊക്കെ മണ്ണാർക്കാട് കോളേജിലാണ് പോയത്. കാരണം മലപ്പുറം ജില്ലയിൽ വേറെ കോളേജിൽ പഠിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഡിഗ്രിക്ക് മണ്ണാർക്കാട് പോയി. അത് പാതി വെച്ച് നിർത്തി പോസ്റ്റ് ഓഫീസിൽ കയറി. മുരളിയൊക്കെ പോസ്റ്റ് ഓഫീസിൽ കയറി 6 മാസം കഴിഞ്ഞാൽ ഞാനൊക്കെ പോസ്റ്റ് ഓഫീസിൽ കയറി. ആ ദൗർഭാഗ്യം കാരണം 3.5 കൊല്ലം അവിടെ തന്നെ പിന്നെ പെർമനന്റ് ആവാതെ അവസാനം DTC നിർത്തലാക്കുന്നൊരു
ഒരു സംശയം വന്നപ്പോൾ മാത്രമേ തുടർച്ചയായിട്ട് പറഞ്ഞു വന്നിട്ടുള്ളൂ. ഞാൻ PTCക്ക് ഒപ്പം പഠിച്ചതാണ് ഞാൻ പറഞ്ഞിട്ടാണ് പേരായിട്ട് നടന്നിരിക്കുന്നത്. SSLC ബാച്ച് പുതിയപ്പോൾ പറഞ്ഞതാണ്. അന്നിങ്ങനെ PTCയുടെ ഒരു ബാച്ച് ഇടുന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഒരു ഡേറ്റ് വിളിച്ചു. അപ്പോഴെനിക്ക് ചേരാൻ ചെറിയൊരു വൈമനസ്യം ഉണ്ടായിരുന്നു. കാരണം ഞാൻ പ്രീ ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ഒരു വർഷമല്ലേ വന്നിട്ടുള്ളൂ. അപ്പൊ നിങ്ങളുടെ കൂടെ ചേരാൻ ചെറിയൊരു വിഷമമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്രൂപ്പ് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ. ഞാന് വീട്ടില് വെറുതെ മുഷിഞ്ഞിരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇപ്പൊ കുറെ ആക്റ്റീവായിട്ട് പിന്നെ എന്റെ അസുഖങ്ങൾ കുറെ വിഷമങ്ങൾ ഇത് പോകുന്നുണ്ട്. അത് വലിയൊരു കാര്യം. PTC കഴിഞ്ഞിട്ട് 82 തന്നെ ടീച്ചറായി ജോയിൻ ചെയ്തു. സെക്കൻഡ് ഇയർ കഴിഞ്ഞിട്ടാണ് ഞാൻ PTC പോയത്. ഒരു കാര്യമുണ്ട്, കൗണ്ടർ അറ്റാക്ക് കഴിയുന്നത് ഒഴിവാക്കൂട്ടോ. ഹലോ ഹലോ നിർമ്മല ഉദ്യോഗം അവിടെ നീണ്ടു പോരണ വഴിക്ക് തിലകൻ പറഞ്ഞത് കേട്ടതിന് മനസ്സിലാകുന്നു. ഇതിന്റെ ആവശ്യമില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു. കാരണം ശ്രീദേവി കണ്ടതല്ലേ ഉള്ളതാണ്. അപ്പൊ സത്യം പറഞ്ഞ തിലകൻ തോന്നി അതേപോലെയാണ് എന്റെ മനസ്സിൽ തോന്നുന്നത്. ഞാൻ ഈ ഗ്രൂപ്പില് ഒരു പുതിയ ആളാണോ അല്ലെങ്കിൽ ഞാൻ അവസാനം ചേർന്ന ആളാണോ എന്ന് ഒരിക്കലും തോന്നുന്നതേ ഇല്ല. രമ പറഞ്ഞ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഏറ്റവും സന്തോഷിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ തന്നെയാണ്. വളരെ വ്യത്യസ്തമായ ഒരുപാട് അനുഭവങ്ങൾ ഈ ഗ്രൂപ്പ് സമ്മാനിച്ചു. എന്നെ ഒരുപാട് പരിവർത്തിപ്പിച്ചിട്ടുണ്ട് ഈ ഗ്രൂപ്പ്. പിന്നെ ഒരുപാട് നല്ല സൗഹൃദങ്ങൾ, സ്വയം നവീകരണത്തിനുള്ള ഒരുപാട് സാധ്യതകൾ. അത് കലയാവാം, സാഹിത്യമാവാം, അല്ലെങ്കിൽ മറ്റ് പല വ്യത്യസ്തമായ തൊഴിൽ മേഖലയിൽ നിന്നുള്ള നിരീക്ഷണങ്ങളാവാം, ലോകത്തിനെ കുറിച്ച്, മനുഷ്യനെ കുറിച്ച്, പുസ്തകങ്ങളെ കുറിച്ച്, അങ്ങനെയുള്ള ഒരുപാട് ചിന്തകളുടെ പങ്കിടലാവാം. അങ്ങനെ ഒരുപാട്. അപ്പൊ മറ്റു ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് ഈ ഗ്രൂപ്പ് എന്നുള്ളത് അഭിമാനത്തോടു കൂടി തന്നെ പറയട്ടെ. മനസ്സിൽ വന്നിട്ടുള്ള കാര്യം പറഞ്ഞിട്ടതാണ്. പിന്നെ നിർമ്മല, സാവിത്രി, രാധ, ഇവരെയൊക്കെ അന്നത്തെ ഒരു കൊല്ലത്തെ കുറച്ച് ഇടപെടലുകൾ കൂടെ മനസ്സിൽ തടയുന്നുണ്ടായിരുന്നു. അത്രയാണ് അന്ന് ഓർമ്മകള്, കുട്ടികളെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ സഹപാഠികളെ കുറിച്ചിട്ടുള്ള ഓർമ്മകളുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. എല്ലാവരെ കുറിച്ചും നന്നായിട്ട് മനസ്സിലാവുന്ന വളരെ കൃത്യമായ അനുഭവങ്ങൾ ഒരുപാട് സമ്മാനിച്ചിട്ടുള്ള ആളുകളാണ് ഇതിലെല്ലാവരും. അതുകൊണ്ട് ഒരു അപരിചിതത്വം തീരെ ഇല്ല. ഇന്ന് പക്ഷെ കാണാത്ത കുറച്ച് ആൾക്കാരുണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുറിച്ചേരത്തെ കാണാനായത് വലിയ ഭാഗ്യമായിട്ട് സന്തോഷമായിട്ട് കരുതുന്നു. പിന്നെ നല്ലത് PTC ആ തീരുമാനത്തില്, വീട്ടുകാരുടെ തീരുമാനത്തില് PTCക്ക് പോയതാണ്. പിന്നെ പഠിച്ച സ്കൂളിൽ തന്നെ 12 വർഷം ജോലി ചെയ്തു. അത് കഴിഞ്ഞ്
കിട്ടി, പല പല സ്കൂളിൽ ജോലി ചെയ്തു. ഞാൻ ശൈലജയും 2020 ഒരുമിച്ച് റിട്ടയർ ചെയ്താണ്. ഇപ്പൊ എവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്? ഞാൻ അങ്ങാടിപ്പുറം അടുത്ത് എന്ന സ്ഥലത്താണ്. അത് മംഗള അടുത്തല്ലേ? ആ, ഇപ്പൊ ഫാമിലിയെ പറ്റി ഒന്നും പറഞ്ഞില്ല. ഫാമിലി ഹസ്ബൻഡ് പോളിടെക്നിക്കിലെ HOD ആയിട്ട് റിട്ടയർ ചെയ്താണ്. അങ്ങാടിപ്പുറത്തോ? ഓക്കെ. ഇവിടെ ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്തിരുന്നു. മോള് 2 മക്കളാണ്. മൂത്തത് മോള് അമേരിക്കയിൽ ആണ്. മോന് മിലിറ്ററി എഞ്ചിനീയറാണ്. ഗസ്റ്റാണ് വരുന്നത്. നമ്മുടെ സമയത്ത് ആ രണ്ടാളെന്ന് പറയാം. അപ്പൊ അവിടെ തന്നെ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട് ആളെ. കണ്ടു. ഒന്ന് ദാമുവിന്റെ വൈഫാണ്. അപ്പൊ ദാമുവിന്റെ വൈഫ് ബിന്ദു, മറ്റേത് മഹേശ്വരന്റെ വൈഫ് ശ്രീദേവി. കേട്ടോ? അപ്പൊ അവർക്ക് രണ്ടാൾക്കൊരു കൈയ്യടി എടുത്തന്നെ. അപ്പൊ ഒരു കാര്യം ഉണ്ട് കേട്ടോ, മൈക്കില് ഇല്ല. ഞാൻ എന്റെ മൈക്കാണ് ഇപ്പൊ എടുത്തിട്ടുള്ളത്. അത് ശീലായി. ഇതെല്ലാവരും ഇതെങ്ങനെ പിടിച്ചിട്ട് എല്ലാരും ഇനി പറയുന്ന എല്ലാവരും കേൾക്കണം കേട്ടോ. ഇത് പിടിച്ചിട്ട് ഇങ്ങനെ നിക്കണ കാണുമ്പോ ചിലക്കെങ്കിലും ഒരു കടന്നനിട്ട കവിത വന്നില്ലേ? വന്നില്ല? നിൽപ്പൂ കാട്ടാള്. ബാക്കി ഞാൻ പറയുന്നില്ല. അപ്പൊ അങ്ങനെ തോന്നണ്ട. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് യാദൃശ്ചികല്ല, മനഃപൂർവ്വമാണ്. അപ്പൊ മൈക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനത്തെ പരിപാടികൾ ധാരാളം ചെയ്ത് ശീലമായിട്ട് എനിക്ക് ഇങ്ങനെ ഇപ്പൊ ചൂട് തോന്നുന്നത് തോന്നുന്നുണ്ട്. പിന്നെ എന്നെ ആദ്യം ഹരിദാസ് മാഷ് എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞു ശീലമായി പോയി. ഹരിദാസനാണ് ആദ്യം വിളിച്ചത്. ഹരിദാസനല്ല, എന്റെ അനിയനും ഹരിദാസനും മുളയങ്കാവ് സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോ അനിയനാണ് വിളിച്ചത്. ഇങ്ങനെ ഹരിദാസൻ മാഷക്ക് അന്ന് പ്രീഡിഗ്രിയുടെ ഗ്രൂപ്പ് ഫോട്ടോയിൽ സാരി കൊടുത്തൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ നമ്പർ വേണം എന്ന് പറഞ്ഞിട്ട് ഗീതയാണോ ചോദിച്ചു. ഇരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഗീതയുടെ നമ്പർ കൊടുത്തു. അപ്പൊ ഞാൻ വിചാരിച്ചത് രമ പറഞ്ഞ മാതിരി പ്രീഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗീതയുടെ നമ്പർ കൊടുത്തു. അത്ര ഉണ്ടായില്ല. ഞാൻ അതിൽ ചേരുന്നത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അതിലുണ്ടാവുമെന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ ഒരു ദിവസം നമ്മുടെ മുരളി വിളിച്ചു. അപ്പോഴാണ് ഇങ്ങനെ സംസാരിച്ച് അത്യാവശ്യം ചില സമയത്ത് മാത്രം ചെറുതായിട്ടൊന്ന് പ്രതികരിക്കും. മുട്ടുമ്പോ മാത്രം വളരെ ഒരുപാട് അങ്ങനെ കയറി സംസാരിക്കുന്ന പ്രകൃത അല്ലതാണ്. പക്ഷെ പരിചയപ്പെട്ട ധാരാളം സംസാരിക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമായതുകൊണ്ട് വേറെ ഒന്നുകൊണ്ടല്ല. പിന്നെ രമ പറഞ്ഞ മാതിരി ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് TTCക്ക് പോയതായിരുന്നു. അപ്പൊ നല്ലൊരു അധ്യാപികയാണോ ചോദിച്ചാല് അതുമല്ല. എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പോകുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ ഗ്രൂപ്പ് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനതിലൊക്കെ പ്രതികരിക്കില്ല വെച്ചാല് ഒട്ടുമിക്ക പോസ്റ്റുകളും ഞാൻ കാണുന്നുണ്ട്. പറഞ്ഞാ മതി. എല്ലാവരും കേൾക്കും പറയണം. പിന്നെ എന്റെ വീട്ടിലെ ഈ ഗ്രൂപ്പ് കാണുന്ന വ്യക്തികളാണ് എന്റെ വീട്ടിലുള്ളത്. അച്ഛമ്മയുടെ PTC ഗ്രൂപ്പ് നോക്കട്ടെ, പാട്ട് കേൾക്കാനാന്ന് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് രാധത്തേക്ക് രാധമായി എന്നൊക്കെ പറയും. അവരുടെയൊക്കെ ഇത്രയുള്ളൂ പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് പാട്ട് കേൾക്കാൻ പിന്നെ എന്റെ മകൻ പറയും ഞാൻ എന്റെ ഗ്രൂപ്പ് കൂടി ഇത്രയില്ല, ഇതിനെ കുറിച്ച് അതിനൊക്കെ ഗ്രൂപ്പ് ഒന്നും ആക്റ്റീവായിട്ട് ഒരു കൂടി പറഞ്ഞു. നമ്മുടെ ഗ്രൂപ്പ് ആക്റ്റീവാണ്. ഞങ്ങൾക്കും വരായിരുന്നു. ഒരുപാട് ഗ്രൂപ്പുകൾ ഇങ്ങനെ ഉണ്ട്. സമയമുള്ളപ്പോഴൊക്കെ നോക്കും. പക്ഷെ വീക്കെൻഡില് ഡിലീറ്റ് ചെയ്യണതിന് മുന്നേ ഒന്ന് ഓടിച്ചു നോക്കിയിട്ടാണ്
ചെയ്യാറുള്ളൂ. അതുകൊണ്ട് എനിക്ക് സമയത്ത് ചെയ്യേണ്ട റെസ്പോൺസ് ചെയ്യാൻ പറ്റിയെന്ന് വരാറില്ല. ചിലപ്പോ ബർത്ത്ഡേയുടെ ആയിരിക്കും, അങ്ങനെയുള്ളതൊക്കെ വീക്കെൻഡിലാണ് ലേറ്റ് ആയാലും ഉള്ളത് ചെയ്യാറ്. ബാക്കിയുള്ള ഗ്രൂപ്പുകളിൽ ട്രിക്കിങ്ങോ അല്ലെങ്കിൽ അതിലെ സബ് ഗ്രൂപ്പ്സോ ഒന്നും ഇല്ലാതെ രണ്ടുപേരും പോയി എന്നുള്ളതിൽ തന്നെ അറിയാം ഇതിന്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആണ്. ബാക്കിയുള്ള എന്റെ അനുഭവം പല ഗ്രൂപ്പുകളും തുടങ്ങിയിട്ട് 6 മാസത്തിന്റെ ഉള്ളിൽ സബ് ഡിവിഷൻസും പ്രത്യേകമായിട്ടൊരു പറയുന്നില്ല. കാരണം ഞാനീ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് നോക്കാം. എനിക്ക് ഗ്രൂപ്പില് അധിക സമയം നോക്കില്ല, അരമണിക്കൂർ നോക്കാം. അതിനകം ഗ്രൂപ്പിലാണ് വളരെ നന്നായിട്ടാണ് ചെയ്യുന്നത്. കാരണം പരിചയപ്പെടാത്ത പലരും ഓർമ്മയിൽ വിട്ടുപോയ പലരും തിരിച്ചു വന്നു. ഒരു നല്ലൊരു കാര്യമാണ്. എല്ലാവർക്കും അറിയാം ടീച്ചറായിട്ട്. പിന്നെ ഗ്രൂപ്പിനെ പറ്റി പറയാച്ചാൽ ഇതില് പ്രതികരിക്കാനുള്ള ശേഷിയൊന്നും ഇല്ല. കാരണം വലിയ അല്ല ബഹിരാകാശം തൊട്ടിട്ട് പിന്നെ രാഗം, താലം, പല്ലവി, അങ്ങനെ എനിക്കറിയാത്ത പല വാക്കുകളൊക്കെയാണ്. അപ്പൊ എപ്പോഴെങ്കിലും വല്ല ബസ്രാകൊള്ളി പറയാൻ കിട്ടിയ ചാൻസ് ഉണ്ടെങ്കിൽ പറയാറുണ്ട്. അത്രേ ഉള്ളൂ. വളരെ നല്ല ഗ്രൂപ്പ്. പിന്നെ ഇതിലത്തെ ആൾക്കാരും അവരുടെ പ്രൊഫഷനും അവരുടെ പെരുമാറ്റവും ഒക്കെ കാണുമ്പോൾ പണ്ട് മഹാഭാരതത്തിലാരോ അർജുനന്റെ മകൻ പറയില്ലേ, ഞാനൊരു ബാലൻ അശക്തനെന്നാകിലും മാനിയാം എന്നൂടെ ബാക്കിയുള്ളവരെയൊക്കെ ഓർക്കാൻ പറയില്ലേ, അതുപോലെ ഞാനൊരു പാവം പ്രൈമറി ടീച്ചർ അക്ഷരം പഠിപ്പിച്ച് തറവാട്ട് വൃത്തം കൊണ്ട് ഇപ്പോഴും പെൻഷൻ പറ്റി കഴിയുന്നുണ്ടെങ്കിലും ഇതിലൊക്കെ കേമന്മാരാണ് എൻ്റെ ഒപ്പം പഠിച്ചവരും. അതിലൊക്കെ പിന്നെ അതിലേക്ക് വളരെ സന്തോഷം. ശ്രീദേവി എനിക്ക് മുമ്പേ അറിയാം, പക്ഷെ ഞാൻ പറഞ്ഞില്ല. കാരണം ശ്രീദേവി ചിലർക്കാരുടെ നല്ലതിൽ വന്ന പറയണോ പറയണ്ടേന്ന് അറിഞ്ഞില്ല. എനിക്കറിയാലോ ശ്രീദേവിയെ വന്ന ഒരു 1.5 മുതലാണെന്ന്. പക്ഷെ എന്തായാലും ശ്രീദേവി ഇതിൽ വന്നതിൽ വളരെ സന്തോഷം. ശ്രീദേവി ഇവിടെ ശ്രീദേവി മാത്സിന് മലയാളത്തിലായിരുന്നു, സോഷ്യൽ മാത്സിനാ പറഞ്ഞില്ല. അപ്പൊ എന്റെ സ്കൂളിൽ ടീച്ചേഴ്സൊക്കെ പോയിട്ട് പറയും ശ്രീദേവി ടീച്ചറിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനാണെങ്കിലും ഈ പ്രീ ഡിഗ്രിക്ക് മാത്സ് എടുത്തു എന്നുള്ള പേരില് 7ാം ക്ലാസ്സിൽ കണക്ക് എന്നിട്ടല്ല എനിക്ക് അതാ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്കിങ്ങനെ ശ്രീദേവിയുടെ ക്ലാസ് മിസ്സായിരുന്നു. പക്ഷെ അതിപ്പോ നികത്തി. മുരളി ഒരു ദിവസം ഫോൺ ചെയ്ത് ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന മുരളിനെ മനസ്സിലായില്ലേ. അപ്പൊ പ്രീഡിഗ്രിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഒക്കെ അതെല്ലാം കഴിഞ്ഞ് സംസാരെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മുരളി ഒരു ഫോട്ടോ അയച്ചു. ആ പ്രീഡിഗ്രി അയച്ച ചുരുളും മുടി അതൊക്കെ അത് കണ്ടപ്പോൾ പിടിയിട്ടാണ് ഈ കക്ഷിയാണ്. ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് ചേർന്നത്. ഫെബ്രുവരിയിൽ തൊട്ട് ഗ്രൂപ്പല്ല, ഒരു ഓഗസ്റ്റിൽ ചേർന്നത്. അന്ന് തൊട്ടിട്ട് ഗ്രൂപ്പിൽ പറഞ്ഞാൽ എല്ലാം ഉണ്ടോ അവരെ ചെയ്തിട്ടില്ല, എല്ലാ ഫോണിലും ഇവരൊക്കെ പറഞ്ഞ പോലെ പ്രൈമറി ക്ലാസ് ആയിരുന്നു. 5 മുതൽ 10 വരെ ഗ്രൂപ്പിലുള്ള ശങ്കരനാരായണനും രവിയും ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചാണ്. 10 വരെയുള്ള പ്രീ ഡിഗ്രി വരെ. പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോ ഞാനും TTCക്ക് പോയി. പിന്നീട് ഏകദേശം 38 വർഷം അന്ന് ചെറുപ്പശ്ശേരി രമയ്ക്ക് വളരെ അടുത്ത സൗഹൃദമുണ്ട്, പത്മജിയായിട്ട് വളരെ അടുത്ത സൗഹൃദമുണ്ട്. പക്ഷെ ഇവരൊക്കെ കൂടെ പഠിച്ചാലോ എന്ന് അറിയുന്നത് വളരെ കഴിഞ്ഞാണ്. പഠിക്കുന്ന കാലത്ത് സൗഹൃദം വളരെ കുറച്ച് ആൾക്കാരായിട്ട് ഉണ്ടായിരുന്നല്ലോ. അതില് PMS ഒന്നിച്ച് പഠിച്ചാണ് ശങ്കരനാരായണൻ. അത് കഴിഞ്ഞാല് പിന്നെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് മോഹനാണ്. മോഹൻ അതൊക്കെ മറന്നുപോയി. പിന്നെ അത് കഴിഞ്ഞ വിശ്വനാഥനായിരുന്നു. പിലാമന്തോട് ഭാഗത്ത് വരുമ്പോ ഞങ്ങൾ ഒന്നിച്ചിങ്ങനെ പോകുമ്പോ വിശ്വനാഥനും മോഹനുമാണ് എന്റെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന 2 ആൾക്കാർ. വിശ്വനാഥൻ വന്നിട്ടില്ലല്ലോ. ഏതായാലും വളരെ സന്തോഷം. എനിക്ക് പിന്നെ വിശേഷിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഗ്രൂപ്പൊക്കെ ദിവസേന നോക്കലുണ്ട്. അങ്ങനെ സുന്ദരായിട്ട് അറിയുന്നില്ല. അതൊരു പണിയാണ്. അല്ല, എനിക്ക് ഈ മലയാളം എഴുതാൻ അതിലെപ്പോഴും ശരിയായിട്ടില്ല. അതൊരു വലിയ പ്രശ്നമാണ്. അന്ന് പറഞ്ഞതാണ്, ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. ആദ്യം മുതൽ ഗ്രൂപ്പിലുണ്ടോ? ഗ്രൂപ്പിൽ ആക്റ്റീവല്ല.
അതിന്റെ ഗ്രൂപ്പ് നോക്കാതെ ജസ്റ്റ് ഡാൻസ് നോക്കുന്നുണ്ടല്ലോ. വളരെ രക്ഷകരം നോക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ നോക്കാറുണ്ട്. ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാവുന്നുണ്ട്. അതിന്റെ മറുപടി കൊടുക്കുന്ന അങ്ങനെ രീതി ഉപയോഗിക്കുന്നു. ഔദ്യോഗികമായിട്ട് ഞാൻ സംഘടന ഉണ്ടല്ലോ ഒരു ഗ്രൂപ്പുണ്ട്. നോക്കാതിരിക്കാൻ വേണ്ടിയിട്ടാകുമ്പോൾ അത് നോക്കുകയും കുറഞ്ഞ മൊത്തത്തിൽ പലപ്പോഴും സമയം കിട്ടാറുണ്ടെന്നാണ് സത്യം. അല്ലാത്ത സമയങ്ങളിൽ നോക്കും. രീതിക്കാനും ടെസ്റ്റ് ഡാൻസ് നോക്കും. അല്ലാതെ വളരെ വിശദമായിട്ട് വായിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന ഒരു എന്താ പറയുക പറഞ്ഞുണ്ടാകുന്ന അടുപ്പുണ്ട്. അതിന്റെ ഫീലിംഗ് എനിക്ക് കിട്ടിയില്ല. എന്നാലും എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. കാലത്ത് ഏറ്റവും വളരെ ടച്ചിങ് ആയിട്ടുള്ള ആളുകളൊന്ന് മുരളി മോഹൻദാസ് കാലത്ത് വളരെ പോയികളാണ്. അതുപോലെ തന്നെയാണ് വിശ്വനാഥൻ വന്നിട്ടുണ്ട്. ആ സമയത്ത് രാമു ആ കാലഘട്ടത്തിൽ അന്ന് ഒരു പോലെ ഉണ്ടായിരുന്നു. മുന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ഇയറിൽ കുറച്ച് ദിവസം കൂടി വന്നിട്ടുണ്ട്. അതിനുശേഷം ഡിഗ്രി ചെയ്തു. ടീച്ചർമാരും എല്ലാവരും ബാക്കിയുള്ളവർക്ക് വേണ്ടി ഇഷ്ടംപോലെ സംസാരിക്കുന്ന ആൾക്കാരാണ് ടീച്ചർമാരൊക്കെ. അതുകൊണ്ട് അതുപോലെ സംസാരിക്കാറില്ല. പിന്നെ ഈ ഗ്രൂപ്പിൽ വന്ന ശേഷം ഇപ്പൊ വീട്ടിൽ വെറുതെ ഇരിക്കാവുകൊണ്ട് എപ്പോഴും ഗ്രൂപ്പ് നോക്കലുണ്ട്. അധികം ഗ്രൂപ്പുകളൊന്നും ഇല്ല. ഒരു ഡിഗ്രി ഗ്രൂപ്പാണ്. അത് മാത്രമേ ഉള്ളൂ. പിന്നെ കുറെ ഫാമിലി ഗ്രൂപ്പുകളാണ്. അതുകൊണ്ട് ഈ ഗ്രൂപ്പിൽ മിക്കവാറും എല്ലാവരും അത് വായിക്കുന്നുണ്ട്. ചെറുതായിട്ടൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പിൽ വന്ന ശേഷം അതുപോലെയൊക്കെ ചെയ്ത് നോക്കാറുണ്ട്. അങ്ങനെ കുറച്ച് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി. പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ച് പുറകിൽ തന്നെയാണ്. എനിക്ക് നന്നായി അറിയാം. കാരണം എന്താ വെച്ചാൽ ഈ ഗ്രൂപ്പിലെ സജീവമാണെങ്കിൽ പാട്ട് വേണമെന്ന് നിർബന്ധം. പാട്ട് പഠിക്കാൻ തുറന്നു. ഈ കഥകളി കണ്ട പറ്റുമ്പോ അതൊന്ന് നോക്കിയാലോ. ദുർദശേ പിന്നെ ഒരിക്കലും ഗുണം പിടിച്ചിട്ടില്ല. പാട്ടാണെങ്കിൽ എനിക്ക് വഴങ്ങൂല. പിന്നെ രാവിലെ എണീറ്റ നമ്മുടെ ഗ്രൂപ്പ് ഇങ്ങനെ സജീവമായി പോകുന്ന കാണുമ്പോൾ അതൊരു സന്തോഷം ഉണ്ടല്ലോ. നോക്കിക്കഴിഞ്ഞാൽ സന്തോഷമില്ല എന്ന് പറയാം. എനിക്ക് ഈ രണ്ട് കുട്ടികളില്ലേ നമ്മുടെ അന്നത്തെ എന്നിട്ട് ഞാൻ ഇവിടെ ഈ വൈജിയോ അപ്പോഴും അങ്ങോട്ടാണ് ഒരാൾ കല്യാണത്തിന് ഒരാൾ പ്രത്യേകം. പക്ഷെ അയാൾ പറഞ്ഞാൽ എന്താ അറിയോ, ഊട്ടിനാട് കൂടെ പോകുമ്പോ ഇന്നെ സ്ഥിരം കാണുന്നുണ്ടത്രേ. പിന്നെ പുറത്ത് രണ്ടാമത്തെ ആളല്ലേ. സന്തോഷം, വളരെ സന്തോഷം. അല്ലാതല്ല, രണ്ട് കുട്ടികളെ എപ്പോഴും ഓർക്കാറുണ്ടായിരുന്നു ഞാൻ. പിന്നെ ഈ നമ്മുടെ ഗ്രൂപ്പ് ആദ്യം തുടങ്ങിയപ്പോ ഫസ്റ്റ് ഇയേഴ്സ് ഇങ്ങനെ വരുന്നില്ല എന്നൊക്കെ അറിയാം. ഞാനെല്ലാം സംസാരിച്ച് മനസ്സിലാക്കി. കാരണം എന്നെയായിട്ട് ഏറ്റവും അടുത്ത കുറെ ആൾക്കാർ ഇവരുടെയും കൂടി ഫാമിലിയാണെന്ന് അറിഞ്ഞപ്പോ. പക്ഷെ ഈ ഗ്രൂപ്പ് തുടങ്ങണവരെ ഇവര് നിന്ദിക്കുക എന്നുള്ളതാണ് ഈ അടുത്തൊക്കെ വന്നിട്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഇവിടെ ഇപ്പൊ ഒരാൾ സംസാരിച്ചില്ല ഈ ഗ്രൂപ്പിൽ നിന്ന്. ഇങ്ങനെ ഈ ആളെ ഞാനൊരു വനിതാ വായനോത്സവം നടക്കട്ടോ. അപ്പൊ ഒരാളിങ്ങനെ ഭയങ്കര എൻഗേജഡാ. ആ ആളുടെ അടുത്തിരുന്നിട്ട് ഞാൻ ഇങ്ങനെ സ്വകാര്യം പറഞ്ഞു. അപ്പൊ അഞ്ചൊന്നും ശ്രദ്ധിക്കണില്ല. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ സാവിത്രി എന്റെ നമ്പറൊന്നും ആഡ് ചെയ്യണ്ടാട്ടാ. ഞാൻ അതിലൊന്നും ഉണ്ടാവില്ല. കാരണം ഞാൻ അതൊന്നും നോക്കണ്ടില്ല എന്ന് പറഞ്ഞ ആള് ഞാൻ ചിലപ്പോ രാവിലെ അനുഭവപ്പെടാറുണ്ട്. പക്ഷെ എനിക്ക് എന്താ അറിയോ, ഒരാളെ തെരഞ്ഞെടുത്ത് ഗ്രൂപ്പിലേക്ക് കൊടുത്ത ആ ആള് നമ്മുടെ ഗ്രൂപ്പിനെ ഇങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുകൊണ്ട് കണ്ടപ്പോ എനിക്ക് ശരിക്കും ഞാൻ ചെയ്തൊരു ദൗത്യം പറയണ്ട അതങ്ങനെ ചേർക്കരുത്. ഞാനൊന്നും നോക്കില്ല എന്ന് പറഞ്ഞാൽ നേരമില്ലാന്ന് പറഞ്ഞ ആള് ഇപ്പോൾ നമ്മളെ സജീവാണ്. മാത്രമല്ല അത് നല്ല സജീവമാണ്. നമ്മളെ കാരണം ഒരു ശബ്ദമായിട്ട് ഉറപ്പിച്ചാൽ മതി. നമുക്കത് നമ്മുടെ കണ്ണിൽ